250 149 പോയി. അപ്പൊ എത്രയാ? ഹലോ ഷോപ്പിലാണ്. ഇന്നത്തെ ദിവസം മക്കള് ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണ്. അവർക്ക് ഒരു മാസമായിട്ട് ഒരു ചലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഫോണിങ് ചലഞ്ച്. ഒരു മാസം ഫോൺ യൂസ് ചെയ്യാനേ പാടില്ല, അവർക്ക് ഇഷ്ടമുള്ള സാധനം ഷോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ദിവസമാണ് ഇന്ന്. അപ്പൊ അവരൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് അവരെടുക്കുക എന്നുള്ളത് നോക്കാം. നിങ്ങൾ എന്താ വാങ്ങുക അത് ചോദിക്കട്ടെ. എന്തിവരെടുക്കാൻ പോകുന്നതെന്നുള്ള ഒരു പ്ലാനിങ്ങും ഇല്ല കേട്ടോ. അന്നു പോയ പാട് കീ ചെയിനുമ്മലാണ്. നല്ല ക്യൂട്ടായ കുറെ കീ ചെയിനുകളുണ്ട്. എന്നാൽ റിനു ആണെങ്കിൽ ഫുള്ള് നട്ടം തിരിയുന്നായിരുന്നു, എന്തെടുക്കണ്ടേന്ന് തിരിയാണ്ട്. രണ്ടുപേരും ഗ്രാഫ്റ്റ് ഐറ്റംസ് നോക്കിയിട്ടാണ് മെയിൻ ആയിട്ട് പോകുന്നത്. ഒരാൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത് 250 രൂപയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും എടുക്കുമ്പോഴും അവർ ആദ്യം പ്രൈസ് ആട്ടോ നോക്കിയത്. അതുകൊണ്ട് തന്നെ പൈസന്റെ വില അവർക്ക് നല്ല പോലെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. എനിക്കത് നല്ല യൂസ്ഫുൾ ആയി തോന്നിയേ. 400 രൂപ. അപ്പൊ അതെടുക്കാൻ പറ്റുമോ? ഇല്ല, ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? റിനുവിന് പിന്നെ വരുമ്പോ തന്നെ ഒറ്റൊരു ഉദ്ദേശം ഉണ്ടായിട്ടുള്ളൂ, ലാവണ്ടർ കളറിലുള്ള ഒരു കുപ്പി വേണം എന്നുള്ളത്. പിന്നെ അങ്ങോട്ടേക്ക് ഓരോ സാധനം കൊണ്ടുവന്നിട്ടും ഇതിനെത്ര രൂപയാവും ഇതിനെത്ര രൂപയാവും എന്നൊന്ന് ചോദിച്ചിട്ട് കണക്ക് കൂട്ടലായിരുന്നു. 250 149 പോയി. അപ്പൊ എത്രയാ? ഓരോ സാധനങ്ങൾക്കും ഇത്ര പേയ്മെന്റ് ഉണ്ടെന്ന് അവരപ്പോഴാട്ടോ അറിയുന്നത്. അപ്പോഴാണ് അവർ പ്രൈസ് നോക്കുന്നത്. പിന്നെ ഈ പ്രൈസ് കുറഞ്ഞ സാധനങ്ങൾക്കുള്ള ഓട്ടമായിട്ടോ എല്ലാത്തിൻ്റെയും പ്രൈസ് നോക്കിയിട്ടാണ് അവരെടുക്കുന്നത്. അന്നു ഭയങ്കര ചീപ്പ് റേറ്റിലുള്ള സാധനങ്ങളാണ് എടുക്കുന്നത്. ഓരോ സാധനങ്ങളും പേയ്മെന്റ് പറയുമ്പോൾ അത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കും. 103. അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞ് ബില്ലിംഗ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി അവർ എന്തൊക്കെ സാധനങ്ങൾ എടുത്തേന്നുള്ളത് നോക്കട്ടെ. ഞാന് 25 രൂപേന്റെ ഒരു കളറിംഗ് ബുക്ക്, പിന്നെ ഒരു 60 രൂപേന്റെ ഒരു ക്വയർ, എന്റെ ഒരു 10 രൂപേന്റെ മുട്ടായി, കേക്ക്, 10 രൂപേന്റെ വീട്ടൂർ മുട്ടായി, പിന്നെ 10 രൂപേന്റെ കളർ സ്റ്റിക്കർ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ നിർത്താൻ മറക്കല്ലേ.